ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ മുക്കിയ ഫയലിന്റെ ഡിജിറ്റൽ കോപ്പി ശാലിനിയുടെ കൈവശമുണ്ട്. സാറേ, നമ്മൾ 3 കൊമ്പുള്ള മുയലിനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവർ നമ്മുടെ മുമ്പിൽ നിന്നിരുന്നത് 6 കൊമ്പുള്ള മുയലിനെ പിടിച്ചു വെച്ചുകൊണ്ടാ. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം അവർ ചിന്തിക്കുന്നുണ്ട്. അവരെ ഒതുക്കാൻ 1 മുഴം മുമ്പേ അല്ല, ഒരു 10 മുഴം മുമ്പേ കയറി വീണം. ഇനി അവരുടെ അടുത്ത് വിരട്ടൽ മാത്രമേ നടക്കൂ, കയ്യാങ്കളി. അല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവിടെ വന്ന് സീൽ ചെയ്ത് ബോർഡ് കുത്തിയാ പിന്നെ നമുക്ക് ആ ഭൂമി ഒഴിഞ്ഞു കൊടുക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതിനനുവദിക്കരുത്. അതിനിപ്പോ നമ്മളിനി ഏത് വഴിക്ക് നീങ്ങണോന്നാ ജോണി പറഞ്ഞു വരുന്നത്? കളക്ടർക്ക് മുകളിലേക്കുള്ള ലിസ്റ്റ് എടുക്കണം. റവന്യൂ സെക്രട്ടറി ഉണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്. നമ്മുടെ കൈപ്പാങ്ങനെ ഒത്തുകിട്ടുന്ന ആരെ കൊണ്ടെങ്കിലും വ്യക്തമായിട്ടൊരു തടയിടിക്കണം. 4 പുത്തം കണ്ട് കണ്ണുമഞ്ഞളിക്കാത്ത ഏത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാ സാറേ നമുക്കുള്ളത്? മിക്കവരും കള്ളന്മാരല്ലേ? ഏതായാലും പരുത്തിക്കുന്ന് കൈവിട്ടുപോയ അത് മാണിക്കോത്ത് മഹേന്ദ്രന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാ. താൻ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തില് ഞാനൊരു പിടി പിടിക്കാം. കളക്ടർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അരയും തലയും മുറുക്കി ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ശിവകുഞ്ഞ് അവരെ ഒന്ന് കാണട്ടെ. സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കട്ടെ. എന്നിട്ട് പോരെ നേരിട്ടുള്ള രംഗപ്പുറപ്പാട്. ഒരു സമാധാന ദൂതന്റെ വേഷം എനിക്ക് ഈ കാര്യത്തിൽ ചേരുമെന്ന് തോന്നുന്നില്ല സ്വാമി. കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ തൂക്കിയെടുത്ത് എവിടെങ്കിലും കൊണ്ട് പൂട്ടിയിടണം. വെള്ളവും ഭക്ഷണവും കൊടുത്ത് ചാവാൻ നോക്കിയാ പോരെ. അതിനുള്ളിൽ നമ്മൾ അവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാ അതങ്ങ് ചെയ്യണം. പിന്നെ പുറം ലോകം കാണുന്നതല്ലേ, അത് നമുക്ക് അപ്പ നോക്കാം. ശിവ, ആ എടാ, അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ ഈ പറയുന്നത്? മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഭഗവാൻ കൃഷ്ണൻ കാണിച്ച വഴി തന്നെ നമുക്ക് ഇവിടെയും സ്വീകരിക്കാം. അനുനയത്തിലൊന്ന് പറഞ്ഞു നോക്കാം. നമ്മളല്ല അവരെ ഉപദ്രവിച്ചതെന്നും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഇത് പരിഹരിക്കണമെന്നും വാക്കാൽ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തിനും പരിഹാരമുള്ള ഈ കാലത്ത് അവരൊന്ന് മാറ്റി ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിക്കില്ലേ? വരാനിരിക്കുന്ന വലിയ ഒരു അപകടം 2 വാക്കിൽ പറഞ്ഞു തീർക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു നേട്ടമല്ലേ? സ്വാമി പറഞ്ഞതുപോലെ നീ ഒന്ന് സമാധാനപരമായിട്ട് സംസാരിച്ചു നോക്ക്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാമിയും കൂടെ കൂട്ടിക്കോ. ദേ, സംസാരിക്കുമ്പോ പ്രശ്നപരിഹാരത്തിനാണ് നമ്മൾ ചെന്നെന്നുള്ള ഓർമ്മയുണ്ടായാൽ മാത്രം മതി. നിനക്ക് പോവാൻ പറ്റുമോ? ഞാൻ പോവാം. നല്ലത്. അങ്ങനെയൊന്ന് സംസാരിച്ച് നോക്ക്. അതിന് ശേഷം മതി ബാക്കി എന്തും.